കുണ്ടലിനി യോഗ എന്നതൊരു പദമാണ്. ഇന്നത്തെ കാലത്ത് ജനസംഖ്യ പൊതുവെ വിസ്മരിക്കുവാനാവില്ല. ആഗോള പകർച്ചവ്യാധിക്ക് ശേഷം ആളുകൾ യോഗയെ വളരെ ഗൗരവമായി എടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. കൂടാതെ കുണ്ടലിനി യോഗയുടെ ഏറ്റവും പ്രശസ്തമായ രൂപങ്ങളിലൊന്നായി വിലയിരുത്തുന്നു. കാരണം ഇത് ഒരു പ്രത്യേക ആത്മീയ അച്ചടക്കമായി കണക്കാക്കുന്നു. കുണ്ടലിനി ഊർജം എന്ന് വിളിക്കപ്പെടുന്ന സ്ത്രീ ശക്തിയുടെ ശക്തിയോളം ശക്തിയുള്ള മറ്റൊരു രൂപവുമില്ല. ശിവൻ എന്ന് വിളിക്കപ്പെടുന്ന പുരുഷ ശക്തിക്ക് തുല്യമായ ഒരു സാർവത്രിക ശക്തിയാണിത്. ശിവന്റെയും ശക്തിയുടെയും സംയോജിത ശക്തികളിലേക്ക് ആഴ്ന്നിറങ്ങുന്നതിന് മുൻപ് കുണ്ടലിനി ഊർജത്തെക്കുറിച്ച് നിങ്ങൾ അറിയേണ്ടത് പ്രധാനമാണ്. ആശയത്തിന്റെ അപാരമായ പ്രചരണം കാരണം പലർക്കും കുണ്ടലിനി എന്ന പദം ഇതിനകം പരിചിതമായിരിക്കാം. കുണ്ടലിനി ശക്തി നട്ടെല്ലിന്റെ അടിഭാഗത്ത് വസിക്കുന്ന ദിവ്യശക്തിയുടെ ഒരു രൂപമാണ്. അതിനെ മൂലാധാരം എന്നും വിളിക്കുന്നു. പല മതങ്ങളിലും പല പേരുകളിലായിട്ടാണ് ഈ ഊർജത്തെ പ്രതിപാദിക്കുന്നത്. നമ്മളിൽ ഓരോരുത്തരും അത്തരം ഊർജത്തിൻ്റെ ഉടമയാണെന്ന് തിരിച്ചറിയുമ്പോൾ നിങ്ങളിൽ ആശ്ചര്യം വർദ്ധിക്കും. എന്നാൽ ജീവിതകാലം മുഴുവനും അത് ആരും ഉണരുന്നില്ല. അതിനാൽ ആ വൈദ്യുത ഊർജം ഉപയോഗശൂന്യമായി കിടക്കുന്നു. ഈ സന്ദർഭത്തിൽ ചില രാജകുടുംബങ്ങൾ ഈ ദിവ്യശക്തിയെക്കുറിച്ച് അറിയുകയും വളരെ കാലം രഹസ്യമായി സൂക്ഷിക്കുകയും ചെയ്തുവെന്നത് എല്ലാവരും അറിഞ്ഞിരിക്കണം. ഈ രഹസ്യം ഒരു സാധാരണക്കാരൻ അറിയരുതെന്ന് അവർ ആഗ്രഹിച്ചു. എന്നാൽ പോലും അത്തരം ശക്തിയെക്കുറിച്ച് സൂചനയുണ്ടായിരുന്ന ചില ഋഷിമാർ ആ അറിവ് സാധാരണ ജനങ്ങളിലേക്ക് എത്തിച്ചു. ഈ കുണ്ടലിനി ശക്തിയാണ് ഓരോ മനുഷ്യനിലും കുടികൊള്ളുന്നത്. അത് ആത്മീയ പ്രബുദ്ധതയിലേക്കുള്ള ഒരാളുടെ ആകർഷണം ശക്തിപ്പെടുത്തുന്നു.